എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പം നേരെ നമുക്ക് സുമിത്രയുടെയും സിദ്ധാർത്ഥിന്റെയും ഒക്കെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്ര പറയാനുള്ള കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിന്റെ മുഖത്തടിച്ചതുപോലെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് സിദ്ധുവിന് വളരെയധികം സങ്കടമൊക്കെ ആയെന്ന് മനസ്സിലാകുമ്പം സുമിത്ര പറയാണ്, സിദ്ധാർത്ഥ് പോയി റെസ്റ്റ് എടുത്തോളും, എന്തായാലും നമുക്ക് നാളെ സംസാരിക്കാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോരുക. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പൂജ കേട്ടല്ലോ. അങ്ങനെ പൂജത തൻ്റെ അമ്മയുടെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടു കൂടി തന്നെ വരികയാണ്. തൻ്റെ അമ്മ തൻ്റെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ സുമിത്രയോടുള്ള സ്നേഹം പൂജയ്ക്ക് ഇരട്ടിയാകുകയാണ്. അങ്ങനെ സുമിത്രയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അമ്മ എന്തായാലും സിദ്ധുവിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും അങ്കിളിന് ഇനിയൊരു പ്രതീക്ഷ ഉണ്ടാവരുത്. എന്തായാലും എൻ്റെ അമ്മ എൻ്റേത് മാത്രമാണെന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ സുമിത്രയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, മോളെ ഒരിക്കലും ഇനി സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുമായിട്ടൊരു ജീവിതം അതിനി എനിക്ക് ഉണ്ടാവില്ല. എത്രയൊക്കെ വന്നാലും അയാൾ എന്നോട് ചെയ്ത ക്രൂരതകൾ അതൊരിക്കലും എനിക്ക് ഓർക്കാനോ മറക്കാനോ സാധിക്കുന്നതല്ല. അത്രമാത്രം അയാൾ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മോളുടെ അച്ഛൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എത്രമാത്രം സന്തോഷകരമായ ഒരു ജീവിതമാണ്. കുറച്ചു കാലം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഇവര് അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധമൊക്കെ ആലോചിക്കുമ്പം നമ്മുടെ ശീതളല്ലല്ലോ പൂജയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ. അപ്പൊ പൂജ പറയാണ്, അമ്മയിൽ എന്തൊക്കെയോ ഒരു വിൽ പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ പഴയതുപോലെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ എന്താന്ന് ചോദിക്കുകയാണ്. അപ്പം ശരി തന്നെയാണ്, നമ്മുടെ പൂജ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വളരെ ഗാഢമായി നമ്മുടെ സുമിത്ര ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്തൊക്കെ വന്നാലും തനിക്ക് അത് ചെയ്യാൻ സാധിക്കും. പൂജയെ പോലുള്ള ഒരു മോള് തന്നോടൊപ്പം ഉണ്ടല്ലോ. ഒന്നും അല്ലാതിരുന്ന സമയത്താണ് സുമിത്രാസ് എന്ന് പറയുന്ന ആ ഒരു കടയിലേക്ക് എത്തിയതും അത്രയധികം ലാഭകരമായ ആ കട കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സുമിത്ര ആലോചിക്കുകയാണ്, തനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം താൻ തിരികെ പിടിക്കണം. രോഹിത് ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ജീവിതം പൂജയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പം സുമിത്രയ്ക്ക് നല്ലൊരു വിശ്വാസം വരികയാണ്, തനിക്ക് നേടാൻ സാധിക്കൂ എന്നുള്ള വിശ്വാസം. അപ്പൊ ഈ സമയത്താണെങ്കിലോ സിദ്ധാർത്ഥ് സുമിത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിന്റെ ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ ഇനിയിപ്പം സുമിത്ര അറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം അറിയണം. അനിരുദ്ധ നാട്ടിലുണ്ടെന്നുള്ള കാര്യവും സുമിത്രയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം അനിരുദ്ധം തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് സത്യയെ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. അപ്പൊ സത്യ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കിനും സത്യയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് സിദ്ധു. അതെ, ഇനി എത്രയൊക്കെ വന്നാലും ഇനി മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സുമിത്ര സത്യങ്ങളെല്ലാം തിരിച്ചറിയണം. തൻ്റെ മകൻ എന്തുകൊണ്ടാണ് തന്നോട് അങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്ന് തനിക്കറിയില്ല. പക്ഷെ ഇനി അമ്മയും മകനും തമ്മിൽ അകന്നിരിക്കാൻ പാടില്ല. ഏറ്റവും അധികം സുമിത്രയെ സ്നേഹിച്ചത് അനിരുദ്ധാണ് എന്നുള്ള കാര്യമൊക്കെ സത്യയോട് ഇങ്ങനെ പറയുമ്പോൾ സത്യ പറയുന്നുണ്ട്, സാറേ ഞാനന്ന് അനിരുദ്ധിനെ തിരക്കി അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് അവൻ്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും ഒരു നല്ല രീതിയിലൊന്നും അല്ല എന്നോട് സംസാരിച്ചത്. അതുപോലെ തന്നെ അനിരുദ്ധാണെങ്കിലും സാറിനെ കാണാൻ തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഇനിയിപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് അനിരുദ്ധ് തിരികെ സാറിൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും താൻ ഒരു കാര്യം അവൻ്റെ അടുത്ത് പോയി പറയണം. അവൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അധികം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ അയാളിനോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ള കാര്യം താൻ അവനോട് വെളിപ്പെടുത്ത്. അപ്പം അവൻ ഈ വീട്ടിൽ എന്നെ കാണാനും അയാളെ കാണാനും വേണ്ടി പറന്നെത്തുമെന്ന് പറയുമ്പം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു നോക്കാം. പക്ഷെ എത്രമാത്രം സാറിൻ്റെ മകൻ അത് കേൾക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവും ഇല്ല എന്നും പറഞ്ഞ് സത്യം അങ്ങനെ യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോഴത്തേക്കിനോ നമ്മുടെ ശീതൾ ഭയങ്കര ദുഃഖത്തിലാണ് കേട്ടോ. ശീതളിനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. സച്ചിനുമായിട്ട് കോംപ്രമൈസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ശീതളിന് ഇതാ ഇപ്പം മുട്ടം പണി സ്വന്തം അച്ഛൻ തന്നെ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ സിദ്ധാർത്ഥ് ആട്ടി ഇറക്കി അടിച്ചു വിട്ടത് കൊണ്ട് തന്നെ സച്ചിന് ഇനി ആ പരിസരത്തേക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇവൾ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം സരസ്വതി അമ്മ അങ്ങോട്ട് വരികയാണ്. എൻ്റെ പൊന്നു മോളെ, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ കണക്കാണ്. രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇപ്പൊ നീ ഇതാ ആരും ഇല്ലാത്ത അവസ്ഥയിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിതേ അച്ചമ്മ പറയുന്ന കാര്യങ്ങൾ മോളൊന്ന് കേൾക്കെന്ന് പറയാണ്. അപ്പം അച്ചമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് ശീതൾ ഇങ്ങനെ സരസ്വതി അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കിനും, മോളെ നീ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പെട്ടെന്ന് തന്നെ നീ സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ല്. നീ സച്ചിനോടൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. പിന്നെ അവൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, ദേഷ്യം കൊണ്ടായിരിക്കും. എന്നാലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനൊരു ഡോക്ടർ അല്ലേടി, അവന് മനസ്സിലാകാതെ ഇരിക്കുമോ? പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയൊരു വട്ടുണ്ടെങ്കിലും അവൻ നിന്നെ വലിയ കാര്യമൊക്കെ
ഒക്കെയാണ്. നീ അവൻ്റെ കൂടെ തന്നെയല്ലേ മോളെ ജീവിക്കേണ്ടത്. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി മാറുമെന്നുള്ള കാര്യമൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ശീതളാണെങ്കിലോ, ഇല്ല അച്ഛമ്മ, അങ്ങനെ എനിക്ക് ഇവിടുന്ന് പോകാനൊന്നും പറ്റില്ല. എന്തായാലും അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ അച്ഛനെയും അമ്മയെയും ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു തീരുമാനമൊന്നും എടുക്കില്ല എന്നും പറഞ്ഞ് ശീതൾ അവളുടെ അഭിപ്രായം അങ്ങ് പറയുമ്പം സരസ്വതി അമ്മയാണെങ്കിലോ, ഇവളെ എങ്ങനെയും ഇവിടുന്ന് ഒന്ന് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പം അവളായിട്ടിതാ അച്ഛൻ്റെ അമ്മയുടെയും പേരും പറഞ്ഞ് വീണ്ടും ഇവിടെ കടിച്ചു തൂങ്ങുകയാണല്ലോ. ഇവളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുമിത്രയും സിദ്ധാർത്ഥും തമ്മിൽ ഇനി ഒരു കാലത്തും അടുക്കില്ല. അതിനു വേണ്ടിയിട്ട് താൻ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള കാര്യം സരസ്വതി അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ ശീതള ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ എന്ത് കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്? അല്ല മോളെ, സച്ചിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ ആരെങ്കിലും ഉണ്ടോ? അവന് സ്വന്തക്കാരായിട്ട് വല്ലവരും ഉണ്ടോ? അവൻ നിന്നെ മാത്രം പ്രതീക്ഷിച്ച് നിന്നോടൊപ്പം ജീവിച്ചവനല്ലേ. അതുകൊണ്ട് നീ അവൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലേ നല്ലത്. അതുമാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുമിച്ച് ഒരു ജീവിതം അവർക്കും വേണ്ടേ. നീ ഇവിടെ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശീതള എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അച്ഛമ്മയുടെ മനസ്സിലിരിപ്പം നമ്മുടെ ശീതളിന് പിടികിട്ടി. എന്തായാലും അച്ഛമ്മ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് തന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞയക്കാൻ നോക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ ശീതള പറയാണ്, അതെ, അച്ഛമ്മയുടെ ആ ഒരു മനസ്സിലിരിപ്പ് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ അമ്മ അച്ഛനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അമ്മ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് അച്ഛൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ട്. അതുപോലെ തന്നെ അച്ഛമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ ഇനി ഇളക്കാൻ നിൽക്കേണ്ടെന്ന് ശീതള തീർത്തും പറയാണ്. അപ്പം ശീതള ഇതൊക്കെ പറയുമെന്ന് നമ്മുടെ സരസ്വതി അമ്മ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഇവളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കാനുള്ളത് നീ അനുഭവിക്കുക എന്നും പറഞ്ഞ് പുള്ളിക്കാരി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥ് പറഞ്ഞതനുസരിച്ച് സത്യത അനിരുദ്ധിൻ്റെ അടുത്ത് പോവാണ്. അപ്പം അനിരുദ്ധിനോട് പോയി കാര്യങ്ങളൊക്കെ പറയുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, അങ്കിളെ, എൻ്റെ അമ്മയെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് എനിക്ക് തീരെയും താല്പര്യമില്ലാത്തത്. പിന്നെ അങ്കിൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മറന്നിട്ട് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. സരസ്വതി അമ്മയോടൊപ്പമാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ കാണാനും എനിക്ക് തീരെയും താല്പര്യമില്ല. അവരെൻ്റെ അച്ഛമ്മയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ അവരൊരു വിഷവിത്താണ് എന്നുള്ള കാര്യമൊക്കെ സത്യയോട് അനിരുദ്ധ് ഇങ്ങനെ പറയുമ്പം സത്യ ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ, സിദ്ധാർത്ഥ സാറ് പഴയ ആളൊന്നും അല്ല. അദ്ദേഹം ഒരുപാട് മാറിയിരിക്കുന്നു. അദ്ദേഹം ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും അദ്ദേഹത്തിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വയസ്സാം കാലത്ത് നിങ്ങൾ മക്കളും മരുമക്കളും ഒക്കെ അദ്ദേഹത്തിന് അടുത്ത് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും ഒരിക്കലും തെറ്റല്ല. പക്ഷേ അദ്ദേഹം ഇതിനു മുന്നേ ചെയ്തു വെച്ചിട്ട് പോയ കാര്യങ്ങൾ പലതും തെറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി പഴയതുപോലെ എൻ്റെ അച്ഛനെ സ്നേഹിക്കാനൊന്നും സാധിക്കില്ല അങ്കിളെ. അതുകൊണ്ട് അങ്കിൾ ഇനി ഈ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയുമ്പം അവസാനം നമ്മുടെ സത്യ ആ ഒരു സത്യം പറയാണ്, അതെ, മോൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ആള് അയാളോടൊപ്പമാണ് സിദ്ധു താമസിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പം ഇനി ശീതളങ്ങാനും ആണോ അച്ഛനുമായിട്ട് താമസിക്കുന്നത് എന്നുള്ള ചിന്തയിലും അനിരുദ്ധ് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. അപ്പം അച്ഛന് മോനെ കാണുകയും ചെയ്യാം. മോൻ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്ന ആള് മോൻ്റെ കൺമുന്നിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് മോൻ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ കാണണം, കണ്ട് സംസാരിക്കണമെന്നൊക്കെ പറയുമ്പം അനിരുദ്ധ് വില്ലിങ് ആകുകയാണ്. അപ്പം എന്തായാലും അനി വീട്ടിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് അനി സംസാരിക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ സരസ്വതി അമ്മ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിക്കാനുള്ള പരിപാടിയൊക്കെ അവിടെ സെറ്റ് ചെയ്യുമ്പം സുമിത്രത സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുകയാണ്. അപ്പോൾ ശീതളിനോട് പറയുന്നുണ്ട്, മോളെ നീ അച്ഛനെ പോയി വിളിച്ചിട്ട് വാ, അച്ഛനോട് ഭക്ഷണം കഴിക്കാൻ സമയമായി എന്ന് പറയുമ്പം ശീതൾ പോയി അച്ഛനെ പതിയെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അമ്മ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുമെന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ സിദ്ധാർത്ഥിനൊരു നെഞ്ചുവേദന ഉണ്ടാവുകയാണ്. നെഞ്ചുവേദന വന്ന് പുളയുന്ന സിദ്ധാർത്ഥാണെങ്കിലോ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പം ശീതൾ ഓടി വന്ന് അച്ഛനെ താങ്ങി പിടിക്കുക. അച്ഛൻ എന്ത് പറ്റിയെന്നും ചോദിച്ചു. കഴിക്കാനിരുന്ന സരസ്വതി അമ്മയും ഒക്കെ ചാടി എഴുന്നേറ്റു കേട്ടോ, സിധുവിന് എന്തോ വയ്യായിക പറ്റി എന്നുള്ള രീതിയിൽ. അങ്ങനെ ദാ സിദ്ധാർത്ഥിന് വീണ്ടും ഒരു അറ്റാക്ക് വരികയാണ്. അപ്പൊ സിദ്ധു ആണെങ്കിലും വേദന കൊണ്ട് പൊളയുന്നത് കാണുമ്പം സുമിത്രയും അതുപോലെ ശീതളും ഒക്കെ ഇനി എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണമല്ലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പം അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് കഥയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെയും കമന്റ്സും ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്